ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് 9th മാത്സ് ചെയ്ത പ്രിസം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 176ഉം പേജ് നമ്പർ 177ത്തെയും മുഴുവൻ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തെ ക്വസ്റ്റ്യന് മൊത്തം സിലിണ്ടർ ബേസാണ്. അത് സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് ഈ ഭാഗത്തെ ഫുൾ ക്വസ്റ്റ്യൻസ് വന്നിട്ട് അല്ലേ. അപ്പോൾ എന്താണ് ഈ സിലിണ്ടർ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഈ സിലിണ്ടർ? എ പ്രിസം വിത്ത് എ സർക്കിൾ ബേസ് ഈസ് കോൾഡ് സിലിണ്ടർ. എന്താണ് ഈ സിലിണ്ടർ? സർക്കിൾ ബേസ് ആയിട്ടുള്ള പ്രിസത്തിനെയാണ് സിലിണ്ടർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, സർക്കിൾ പ്രിസത്തിൻ്റെ ബേസ് എന്താണ്? ബേസ് സർക്കിളാണ്. അങ്ങനെ സർക്കിൾ ബേസ് ആയിട്ടുള്ള പ്രിസത്തിനെയാണ് സിലിണ്ടർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏതൊരു പ്രിസത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റാ ചെയ്യുക അല്ലേ. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? സർക്കിളാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ്. അപ്പോൾ എന്താണ് സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. കിട്ടിയല്ലോ. പിന്നെ എന്താണ് ബേസ് ഏരിയ? ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ബേസ് ആണ് സർക്കിൾ. സർക്കിളിൻ്റെ ഏരിയ ആണ് പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത്. സെറ്റ്. ഓക്കെ, പിന്നെ കേർവ്ഡ് സർഫസ് ഏരിയ, അത് അടുത്ത ഭാഗമാണ്. സിലിണ്ടർ കഴിഞ്ഞിട്ട് അടുത്ത ഭാഗമാണ് കേർവ്ഡ് സർഫസ് ഏരിയ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ആ ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കുക. മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, നോക്കാം. എന്താണ്? A base radius of an iron cylinder is 15 cm and its height is 32 cm. ഇവിടെ എന്താ പറയുന്നത്? ഒരു അയേൺ സിലിണ്ടറിൻ്റെ ബേസ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണ്. ബേസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം അല്ലേ, ആ ഒരു ഭാഗം 15 സെൻറ്റിമീറ്റർ ആണ് എന്ന് ക്വസ്റ്റ്യൻ തന്നു. ആൻഡ് ഹൈറ്റ് 32 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ ഹൈറ്റ്, നീളം എന്ന് പറയുന്നത്. അതെന്താണ്? 32 സെൻറ്റിമീറ്റർ ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. തന്നിട്ടില്ലേടാ? തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് 15 ആൻഡ് ഇതാണ് 32. കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ഒരു അയേൺ സിലിണ്ടറിന്റെ ബേസിന്റെ റേഡിയസ് 15ഉം ഹൈറ്റ് എന്ന് പറയുന്നത് 32 സെന്റിമീറ്റർ ആണെന്ന് തന്നു. അപ്പൊ അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ. പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ആറാണ് എന്തെന്ന് പറയുന്നത് 15. ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാം. ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ സിലിണ്ടർ ഓഫ് എ റേഡിയസ് 20 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ? അപ്പൊ എന്താണ്? ആ അയൺ സിലിണ്ടർ മെൽറ്റ് ചെയ്തു, എന്നിട്ട് വീണ്ടും വേറൊരു സിലിണ്ടറാക്കി റീകാസ്റ്റ് ചെയ്തു, വേറൊരു സിലിണ്ടറാക്കി നിർമ്മിച്ചു. അപ്പോൾ അതിൻ്റെ ബേസ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ്, ആ പുതിയതായിട്ട് റീകാസ്റ്റ് ചെയ്ത ആ സിലിണ്ടറിൻ്റെ ഹൈറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ 2 സിലിണ്ടർ, ആദ്യം ഒരു സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ ബേസ് റേഡിയസും ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അത് മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുമ്പോൾ ആ സിലിണ്ടറിൻ്റെ വോളിയത്തിന് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യത്തതിൻ്റെ വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. കാരണം വോളിയത്തിന് ഡിഫറൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തതിൻ്റെ വോളിയം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ വോളിയം എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
പൈ ആറിൻ്റെ സ്ഥാനത്ത് എന്താണ് 15ന്റെ സ്ക്വയർ ഇൻറ്റു 32 എന്ന് പറഞ്ഞത് 15ന്റെ സ്ക്വയർ എന്താണ് 225 ഇൻറ്റു 32 7200 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഇല്ലേ. വോളിയം സ്ക്വയർ അല്ല ക്യൂബാ, ഞാൻ എഴുതാൻ വിട്ടുപോയതാ. ഓക്കെ, അങ്ങനെ ഉത്തരം കിട്ടി. അപ്പോ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തതിന്റെ വോളിയം കിട്ടി. ആദ്യത്തതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പുതിയതായി റീകാസ്റ്റ് ചെയ്ത സിലിണ്ടറിന്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഡിഫറൻസ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? വോളിയം കിട്ടി. വോളിയം ആണ് 7200 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ക്യൂബ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ് എന്ത്? 7200. ആർ സ്ക്വയറിന്റെ സ്ഥാനത്ത് 20 സ്ക്വയർ എന്ന് കൊടുക്കാം. കാരണം എന്താണ്? 20 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് ആകെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൈറ്റ് മാത്രമാണ്. 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 പൈ ഇൻറ്റു എച്ച് ആണ് എന്ത്? 7200. ഇവിടെ നമുക്ക് അറിയാത്ത എന്താണ്? എച്ച് മാത്രമാണ്. അപ്പൊ എച്ചിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നിർത്താം. ഈ 400 പൈനെ എന്ത് ചെയ്യണം? 400നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഇൻഡു ആണ്, ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താകുന്നു? ഡിവൈഡ് ആകുന്നു. 7200 ഡിവൈഡഡ് ബൈ 400 = 18 സെന്റിമീറ്റർ. അപ്പൊ പുതിയതായിട്ട് റീകാസ്റ്റ് ചെയ്ത ആ ഒരു പുതിയതാക്കി ഉണ്ടാക്കിയ ആ ഒരു സിലിണ്ടറിന്റെ ഹൈറ്റ് 18 ആണ്. റേഡിയസ്, ബേസ് റേഡിയസ് ഓൾറെഡി തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ അല്ലെ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഹൈറ്റ് പഠിപ്പിച്ചൂലോ. അപ്പോൾ വോളിയത്തിന് ഡിഫറൻസ് ഇല്ലാത്ത കൊണ്ട് ആദ്യം നമ്മൾ ആദ്യത്തതിൻ്റെ വോളിയം കണ്ടുപിടിച്ചു. പിന്നെ വോളിയവും ബേസ് റേഡിയസും കിട്ടിക്കഴിഞ്ഞാൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ അറിയാലോ. ഈ സംഭവം ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഹൈറ്റിനെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താകും? ഡിവൈഡ് ആകും. 7200 ഡിവൈഡഡ് ബൈ 400 എത്രയാണ്? 18 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് കിട്ടിയല്ലോ. സിമ്പിൾ അല്ല ചോദ്യം. നമുക്ക് അടുത്ത ചോദ്യത്തേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കാം. A base radius of two cylinders of a same height are in ratio the 3:4. What is the ratio of their volume? എന്താണ് പറഞ്ഞിട്ട്? ബേസ് റേഡിയസ് ഓഫ് 2 അയൺ സിലിണ്ടർ, 2 അയൺ സിലിണ്ടറിന്റെ ബേസ് റേഡിയസ് തമ്മിലുള്ള റേഷ്യോ ആണ് 3:4 എന്ന് പറയുന്നത്. അവരുടെ ഹൈറ്റ് സെയിം ആണ്, പക്ഷെ ബേസ് റേഡിയസ് കൊടുക്കുന്നത് ഒന്നിന് കൂടുതൽ റേഡിയസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എന്താണ്? 3:4 ആണ്. എന്നാൽ അവരുടെ വോളിയം എന്തായിരിക്കും? ഹൈറ്റ് സെയിം ആണ്, പക്ഷെ ബേസ് റേഡിയസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ വോളിയം എന്തായിരിക്കും? എന്താണ് വോളിയം? നമുക്ക് നോക്കാം. ഓക്കെ, സിലിണ്ടർ 1 ഉണ്ട്, സിലിണ്ടർ 2 ഉണ്ട്. ഇങ്ങനെ ടേബിൾ ആക്കി കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ്. സിമ്പിളായിട്ട് നമുക്ക് എഴുതി വെക്കാം അല്ലെ. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? 3ഉം 4ഉം ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? 3r 4r എന്ന് കൊടുക്കാം അല്ലെ. 3r 4r. അപ്പൊ ഹൈറ്റ് എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് എച്ച് സെയിം ഹൈറ്റ് ആണല്ലോ, ഡിഫറൻസ് ഇല്ല ഹൈറ്റിന്, സെയിം ആണ്. അതുകൊണ്ട് എച്ച് എന്ന് കൊടുക്കാം. വോളിയം എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്നാണ് അല്ലെ. പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്നാണ്. പൈ ആർ സ്ക്വയർ ഉണ്ട് കേട്ടോ, ഇൻറ്റു എച്ച്. ഓക്കെ, പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് അല്ലേ. പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 3 സ്ക്വയർ 3 ഇൻറ്റു എച്ച്. 3 സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? 3 ഇൻറ്റു 3 9 എന്ന് കിട്ടും. 9 പൈ ആർ ഇൻറ്റു എച്ച്. ഇവിടെ ആർ സ്ക്വയറിന്റെ സ്ഥാനത്ത് 4r സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് കൊടുക്കാം. അപ്പോൾ 4 ഇൻറ്റു 4 16 പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് കിട്ടും. അപ്പോൾ റേഷ്യോ ഓഫ് വോളിയം എന്താണ്?
pi r square into 9 pi r square into h is equal to 16 pi r square into h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ആണ് 9:16 എന്ന് പറയുന്നത്. അപ്പൊ അറിയാത്തൊരു സാധനം ഇവിടെ 3ഉം 4ഉം റേഷ്യോ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 3r 4r എന്ന് കൊടുക്കുക. ഹൈറ്റ് സെയിം ആണ്, അതുകൊണ്ട് രണ്ടും h എന്ന് കൊടുക്കുക. പിന്നെ നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ, വോളിയത്തിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറയാം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? pi r square into h. അങ്ങനെ ആ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൊടുത്ത് ചെയ്യാം. നമുക്ക് അറിയാവുന്നത് ഈ റേഡിയസിന്റെ റേഷ്യോ അറിയാം, അത് നമ്മൾ കൊടുത്തു. പിന്നെ ഹൈറ്റ് സെയിം ആണെന്ന് അറിയാം, അതും നമ്മൾ കൊടുത്തു. അങ്ങനെ കിട്ടിയ ഉത്തരമാണ് എന്ത്? 9:16 എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം തമ്മിലുള്ള റേഷ്യോ എന്താണ്? 9:16. വളരെ സിമ്പിൾ ചോദ്യമല്ലേ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം റേഷ്യോ തന്നെയാണ്, പക്ഷെ ഇവിടെ എന്ത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യം റേഷ്യോ തമ്മിലുള്ള വോളിയം തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം, പിന്നെ വോളിയവും കണ്ടുപിടിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് വായിക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം അല്ലേ? ഓക്കെ. The base radius of two cylinders are in radius 2:3 and their height are in ratio in the 5:4. അപ്പോൾ എന്താ ബേസ് റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:3ഉം ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:4 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് സെയിം അല്ല, ബേസ് റേഡിയസും സെയിം അല്ല. ഇത് 2:3 ആണ്, ഇത് 5:4 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദയർ വോളിയം? നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ് അവരുടെ വോളിയം തമ്മിലുള്ള റേഷ്യോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഫസ്റ്റ് ചോദ്യമായിട്ട് ചെയ്യാം. എന്താ നോക്കാം. ആദ്യം നമ്മൾ ടേബിളാക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം, സിമ്പിൾ ആയിരിക്കും അല്ലേ? അതെ, നോക്കാം. സിലിണ്ടർ 1, സിലിണ്ടർ 2 ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ബേസ് റേഡിയസ് എന്താ? 2:3 ആണ്. 2r 3r എന്ന് കൊടുക്കാം, അത് 2 3 എന്ന് കൊടുക്കാം. 2r 3r. ഓക്കെ. ഹൈറ്റ് എന്ന് പറയുന്നത് 5:4 ആണ്. 5h 4h എന്ന് കൊടുക്കാം. കിട്ടിയോ? വോളിയം എന്താണ്? pi r square into h ആണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതാം. ഇവിടെ റേഡിയസ് എന്താണ്? 2:3 ആണ് റേഷ്യോ എന്നറിയാം. ഹൈറ്റ് 5:4 ആണെന്ന് അറിയാം. അത് അങ്ങോട്ട് കൊടുക്കാം അല്ലേ? pi r square into h എന്നാണ്. pi r square ഒരു മിനിറ്റ്, ഈ സ്ക്വയർ ഇടാൻ പറ്റുന്നില്ല ഗൈസ്. pi r square into h. pi r square എന്ന് പറഞ്ഞാൽ 2r square into 5h. അപ്പൊ എന്താണ്? 2 into 2 എത്രയാണ്? 4 ആണ് അല്ലേ? 4 pi into 5h എന്ന് ഉത്തരം കിട്ടുന്നു. രണ്ടാമത് നോക്കാം. pi 3r square into 4h എന്നാണ്. അപ്പോൾ 9 pi into 4h. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. നോക്കാം, 4ഉം ഉണ്ട് 5ഉം ഉണ്ട്. 4 into 5 എത്രയാണ്? 20 അല്ലേ? ഇവിടെ 9 into 4 എത്രയാണ്? 36. അപ്പോൾ എന്താണ് റേഷ്യോ? എന്താണ്? 20:36 ആണ്. ഇതിനെ നമുക്ക് വെട്ടിച്ചെറുതാക്കിയിട്ട് എന്താ 5:9 എന്ന് ഉത്തരം എഴുതാം. അപ്പോൾ വെട്ടിച്ചെറുതാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം. ഇങ്ങനെ എഴുതിയാലും ഉത്തരം ശരിയായിരിക്കില്ലേ? അപ്പോൾ എന്താ കിട്ടും? 5:9 എന്ന് ഉത്തരം കിട്ടും. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുമാതിരി തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതി റേഷ്യോ കണ്ടുപിടിക്കാൻ എല്ലാവരും പഠിച്ചില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ റേഷ്യോ കിട്ടി എന്താണ്? 5:9 ആണ്. അടുത്ത് നോക്കാം. The volume of a first cylinder is 720 cubic centimeter. എന്താണ്? ഒന്നാമത്തെ
സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 720 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സെൻറ്റിമീറ്റർ ക്യൂബാണ് ഒന്നാമത്തെ 720. എന്നാൽ രണ്ടാമത്തെ എന്തായിരിക്കും? അപ്പോൾ റേഷ്യോ നമുക്ക് കിട്ടി എന്താണ്? 5:9 ആണെന്ന്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഒന്നാമത്തെ വോളിയം എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 720 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5x ആണ് എന്ത്? 720. അപ്പോൾ x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 720 ഡിവൈഡഡ് ബൈ 5 144. x 144 ആണെങ്കിൽ രണ്ടാമത്തെ വോളിയത്തിന്റെ റേഷ്യോ എന്താണ്? 9 ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ 9x എത്രയാണ്? 9 × 144 is equal to എന്താണ്? 1296 എന്താ 5 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. ക്യൂബിക് സെൻറ്റിമീറ്റർ വോളിയത്തിൻ്റെ റേഷ്യോ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് എഴുതണം. 3 ആട്ടം മുകളിൽ 2 എഴുതരുത്, തെറ്റിപ്പോവും. കിട്ടിയോ? അപ്പോൾ മനസ്സിലായത് നിങ്ങൾക്ക്? എന്താണ്? 5x ആണ് എന്ത്? 720. ഒന്നാമത്തെ വോളിയം 720 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അതാണ് 720. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 5നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്താകുന്നു? ഡിവൈഡ് ആകുന്നു. 720 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എക്സ് എന്താണ്? 144 ആണ് എന്ന് കിട്ടി. അപ്പോൾ 9x എന്താണ്? 144 × 9 is equal to 1296 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് എന്ത് ചെയ്തു? ഉത്തരം കിട്ടി. അപ്പോൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ അല്ലേ? സിമ്പിൾ ആൻഡ് ഹമ്പിൾ അല്ലേ? സിമ്പിൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തത് കർവ്ഡ് സർഫസ് ഏരിയയാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.